ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ഓമപ്പൊടി തയ്യാറാക്കുന്നതിനായിട്ട് 1 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ നെയ്യ്. ഇത് ഓപ്ഷനിലാണ്, ടേസ്റ്റിന് വേണ്ടി ചേർക്കുന്നേ ഉള്ളൂ. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇടിയപ്പത്തിന്റെ പരുവത്തിന് വേണം ഇത് കുഴച്ചെടുക്കാൻ. കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുഴച്ചാൽ മതി. ഒരുപാട് ലൂസായി പോകാൻ പാടില്ല. പച്ചവെള്ളം തന്നെയാണ് എടുക്കുന്നത്, ചൂടുവെള്ളത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഞാനിവിടെ 1 കപ്പ് കടലിന്റെ മാവിന് 1/4 കപ്പ് വെള്ളമാണ് എടുത്തത്. 1 കപ്പ് എടുത്ത് അതിന് 1/4 കപ്പേ ഒഴിച്ചിട്ടുള്ളൂ. അത്രയും തന്നെ മതിയാവും. ഇപ്പം പാകത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് പിഴിഞ്ഞെടുക്കുന്നതിനായിട്ട് ഞാനൊരു സേവനാഴി എടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള ചെറിയ ഹോളുള്ളത് വേണം എടുക്കാനായിട്ട്. നമുക്ക് ഇതിലേക്ക് മാവ് നിറച്ചു കൊടുക്കാം. ഇനി സാധാരണ ഇടിയപ്പം ഉണ്ടാക്കുന്ന രീതിയിൽ ഇത് പിഴിഞ്ഞെടുക്കണം. ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് ഫ്രൈ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി മാവിന് പിഴിഞ്ഞൊഴിക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടാൽ മതി. ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം. പാകമായിട്ടുണ്ട്. നമുക്ക് പാത്രത്തിൽ നിന്ന് മാറ്റാം. ഇതിനെ കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഈ എണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. കറിവേപ്പില മൊരിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ നമ്മുടെ ഓമപ്പൊടി തയ്യാറായിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് പൊടിച്ചിട്ടാൽ മതി. ഇത്രയുള്ള സംഭവം കണ്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഓമപ്പൊടിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കണം. വീണ്ടും പുതിയൊരു വിഭവമായി നമുക്ക് കാണാം.